ലഹരി ഈ വാക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഇന്നതിന്റെ അർത്ഥതലങ്ങൾ മാറി മനുഷ്യകുലത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന ക്യാൻസറായി മാറിയിരിക്കുന്നു. തലമുറകൾക്കപ്പുറം ഒരു ചെറിയ സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ലഹരി ഇന്ന് നമുക്കിടയിൽ മുക്കിലും മൂലയിലും വ്യാപിച്ചിരിക്കുന്നു. പഴയ തലമുറയിൽ ലഹരിയുടെ ഏറ്റവും വലിയ മഹാപാപം പുകവലിയും മദ്യപാനവുമായിരുന്നു. ഇന്ന് അതെല്ലാം മറികടന്ന പുതിയ തലമുറ ലഹരിയുടെ പുതുവീര്യം തേടി ബഹുദൂരം സഞ്ചരിച്ചിരിക്കുന്നു. മിഠായിയുടെ രുചിയറിയുന്ന ലാഘവത്തോടെ മയക്കുമരുന്നിനെ സമീപിക്കുന്ന ഈ തലമുറ സമൂഹത്തിന് നൽകുന്നത് ഭയപ്പാട് മാത്രമാണ്. മയക്കുമരുന്നിന്റെ പുതിയ രീതികൾ പരീക്ഷിക്കാനുള്ള ആവേശം ഇന്നത്തെ കുട്ടികളിൽ സാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും നടക്കുന്നത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ്. പെൺകുട്ടികളും യാതൊരു മടിയുമില്ലാതെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും വിൽപ്പനയിലേക്കും വരുന്നു എന്നത് എല്ലാ മാതാപിതാക്കളെയും ഒരുപോലെ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നിയമപാലനം നടത്തേണ്ടവർ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നുമുണ്ട്. ഈ മാഫിയ സംഘത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പോലീസ് എക്സൈസ് സേന മാറിയോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. പിടിക്കപ്പെടുന്നത് കുട്ടികളിൽ നിന്നാകുമ്പോൾ അതേ ലാഘവത്തോടെ കേസൊതുക്കാനാണ് പോലീസും ശ്രമിക്കുന്നത്. ഇത് മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ഗുണകരമായി മാറുന്നു. കർശനമായ നിയമത്തിന്റെ അഭാവമാണ് മയക്കുമരുന്ന് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണമായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 1 കിലോയ്ക്ക് താഴെ കഞ്ചാവ് പിടിക്കപ്പെട്ടാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നത് പോലുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ മയക്കുമരുന്ന് മാഫിയ തഴച്ചു വളരുന്നത്. പിടിക്കപ്പെടുന്നവരെല്ലാം താഴെ തട്ടിലെ ചില്ലറ വിൽപ്പനക്കാർ മാത്രമാണ്. പിന്നിൽ പതിയിരിക്കുന്ന വൻകിടക്കാർ ഒരിക്കലും വലയിലകപ്പെടാറില്ല. യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് വ്യാപിക്കുന്നതിന് വിപണിയിലെ ലഭ്യത പ്രധാന ഘടകമാണ്. മയക്കുമരുന്നിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ ബിസിനസ് ലോബി ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കിയാണ് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. ഭരണകൂടങ്ങളും അധികാര കേന്ദ്രങ്ങളും ഇവർക്ക് നൽകുന്ന പിന്തുണ ചെറുതല്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചും ടൺ കണക്കിന് മയക്കുമരുന്നാണ് രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിനെതിരായി രാജ്യത്തെ ശക്തമായ നിയമം കൊണ്ടുവരണമെന്ന മുറവിളിക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ നടപടികളെല്ലാം കടലാസിലൊതുങ്ങുന്നു. മയക്കുമരുന്ന് കടത്ത് രാജ്യാന്തര വിപണിയിലും സജീവമാണ്. ശക്തമായ നിയമങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ മയക്കുമരുന്ന് സുലഭമായി വിറ്റഴിക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. 2023 UN കണക്ക് പ്രകാരം ബ്രസീൽ, ബൊളീവിയ, കൊളംബിയ, പെറു തുടങ്ങിയ രാജ്യങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗവും തുടർന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും ക്രമാതീതമായി വർദ്ധിച്ചുവരുന്നുണ്ട്. മയക്കുമരുന്നിന്റെ ഉപയോഗം സമൂഹത്തിലുണ്ടാക്കുന്ന ദുരന്തങ്ങൾക്ക് പുറമെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും വൻ വിപത്തുകളാണ് വരുത്തിവെക്കുന്നത്. അത് മനുഷ്യരുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു, ചിന്താശേഷിയെ പാടെ ഇല്ലാതാക്കുന്നു. മയക്കുമരുന്നിനടിമയായ ഒരാളുണ്ടെങ്കിൽ ആ കുടുംബം പാടെ തകരുന്നു. അയാളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലും വിപരീത ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. ചുറ്റിലും നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ മയക്കുമരുന്നിന് ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസും ആരോഗ്യവകുപ്പും വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഒരു തലമുറയെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന മാരകമായ മയക്കുമരുന്നുപയോഗത്തിന് ശാശ്വതമായ പരിഹാരം വേണം. അതിന് ശക്തമായ നിയമങ്ങൾ വേണം. നിയമം കൊണ്ട് മയക്കുമരുന്നിനെ പൂർണ്ണമായും നിരോധിക്കണം. ഭാവി തലമുറ ചിന്താശേഷിയുള്ളവരായി വളരട്ടെ.